വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ശരിയാക്കുന്നതാണ്, തെറ്റായത് ശരിയാക്കുന്ന ഇതിൻ്റെ അവസാനത്തെ സെൻറ്റൻസ്, അഞ്ചാമത്തെ. ഐനൽ ബക്കറത്തു, പശു എവിടെ? ബക്കറത്തു നമുക്കറിയാം സ്ത്രീലിംഗാണ്. അപ്പോൾ ഇവിടെ എന്താ ആൻസർ കൊടുത്തത്? ഹുവ ബിശ്ശാരി, അത് തെരുവിലാണ്. ഇവിടെ എന്താ തെറ്റ്? അൽ ബക്കറത്തു പെണ്ണാണ്, സ്ത്രീലിംഗാണ്, മുഅന്നസാണ്. അപ്പോൾ ഹുവ എന്ന് പറയാൻ പാടുണ്ടോ? അല്ല, ഹിയ. അപ്പോൾ ശരി എന്താ? ഹിയ ഫിശ്ശാരി, അത് തെരുവിലാണ്. ഹിയ മുബ്തദഉൻ മർഫൂൻ ഫി ഹർഫുജർ, ഹർഫുജർ വന്ന ഉടനെ എന്തായിരിക്കണം? ഇസ്മ മജ്റൂർ അശ്ശാരി. അപ്പോൾ ഹർഫുജർ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. അപ്പോൾ ഫിശ്ശാരിയാണ് ഹിയ എന്ന മുബ്തദയുടെ ഖബർ. ഇനി അവസാനത്തെ എക്സസൈസ് ഈ പാഠത്തിലെ 6 നമ്മൾ ശരിക്ക് എന്താണ് ഹർക്കത്ത് ഇട്ട് വായിക്കണം. അപ്പോൾ എങ്ങനെ വായിക്കുക? ആദ്യത്തേത് ഹാദാ ലി മുഹമ്മദിൻ വദാലിക ലി ഹാമിദിൻ, ഇത് മുഹമ്മദിൻ്റെതാണ്, അത് ഹാമിദിൻ്റെതുമാണ്. ഹാദാ മുബ്തദഉൻ മർഫൂൻ ലി ഹർഫുജർ മുഹമ്മദിൻ ഇസ്മ മജ്റൂർ ജാറും വ മജ്റൂർ ശിബു ജുംല ഖബർ. അല്ലേ, ലീ വന്നാൽ ഹർഫു ജറാണ്. ഹർഫു ജർ വന്ന മുഹമ്മദ് എന്തായിരിക്കണം? മുഹമ്മദിൻ. കാരണം ഹർഫു ജർ വന്നാൽ പിന്നെ എന്തായിരിക്കണം? ഇസ്മ മജ്റൂർ. വദാലിക ലി ഹാമിദിൻ, അത് ഹാമിദിൻ്റെതുമാണ്. വദാലിക മുബ്തദഉൻ മർഫൂൻ ലി ഹർഫു ജർ ഹാമിദിൻ ഇസ്മ മജ്റൂർ. ഹർഫു ജർ വന്നോ പിന്നെ ഇസ്മ മജ്റൂർ ആയിരിക്കണം. ലിമൻ ഹാദിഹി, ഇത് ആരുടേതാണ്? ഇത് ആരുടേതാണ്? അപ്പോൾ ലീ നമുക്കറിയാം ഹർഫു ജറാണ്. ഹർഫു ജർ വന്ന ഉടനെ എന്തായിരിക്കണം? ഇസ്മ മജ്റൂർ. അപ്പോൾ മൻ എന്താണ്? ഇസ്മ മജ്റൂർ. അപ്പോൾ ലീ ഹർഫു ജർ മൻ ഇസ്മ മജ്റൂർ. പക്ഷെ മന്നിന് എന്തുകൊണ്ട് കസറത്തില്ല? കാരണം മന്ന് സുക്കൂനിന്മേൽ മബിനിയാണ്. ആ മന്നിൻ്റെ നൂന് അവസാനത്തെ അക്ഷരം സുക്കൂനിന്മേൽ മബിനിയാണ്, മാറൂല. അപ്പോൾ മന്ന് ഇവിടെ ഇസ്മ മജ്റൂറാണ്. ലീ വന്നുകൊണ്ട് മന്നെന്താണ്? ഇസ്മ മജ്റൂർ. ഹാദിഹി ലി യാസിറിൻ, ഇത് യാസിറിൻ്റെതാണ്. ഹാദിഹി മുബ്തദഉൻ മർഫൂൻ ലി ഹർഫുജർ യാസിറിൻ കസറാണ്, ഇസ്മ മജ്റൂർ, കാരണം ലി ഹർഫുജർ വന്നു. അൽഹംദുലില്ലാഹി, അൽഹംദു മുബ്തദഉൻ മർഫൂൻ ലി ഹർഫുജർ അല്ലാഹി ഇസ്മുൽ ജലാല, അള്ളാൻ്റെ പേരാണ്, മുദാഫിലി മജ്റൂർ. അപ്പോൾ ലീ വന്നുകൊണ്ടാണ് അല്ലാഹി. അപ്പോൾ നമ്മളെപ്പോഴും അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി എന്ന് പറയുന്നു. ഇപ്പം നമുക്കറിയാം അൽഹംദുലില്ലാഹ് ബാറക്കല്ലാഹു ഫീക്, ലീ വന്നുകൊണ്ടാണ് ലില്ലാഹി എന്ന് പറയുന്നത്. ലില്ലാഹു എന്ന് പറയൂല, ലില്ലാഹ എന്ന് പറയൂല, പിന്നെയോ അൽഹംദുലില്ലാഹി, കാരണം ലീ എന്ന ഹർഫു ജർ വന്നു. ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, പടിഞ്ഞാറും കിഴക്കും അള്ളാൻ്റെതാണ്. അപ്പോൾ ലീ വന്നു, അപ്പോൾ അല്ലാഹി ലി ഹർഫുജർ അല്ലാഹി ഇസ്മുൽ ജലാല ഇസ്മു മജ്റൂർ അൽ മശ്രിഖു വൽ മഗ്രിബു, അൽ മശ്രിഖു അൽ മഗ്രിബു. അപ്പോൾ ലില്ലാഹി ഹർഫുജർ ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. അൽ മശ്രിഖു ആണ് ഇവിടെ മുബ്തദഉൻ മർഫൂൻ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഖബറിനെ മുന്തിച്ചു, അല്ലെ? ഖബർ ആദ്യം വന്നു, പിന്നെയാണ് മുബ്തദ വരുന്നത്, മുബ്തദയെ പിന്തിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതാം. നമുക്ക് ഖബർ ആദ്യം എഴുതാം, എന്നിട്ട് പിന്നെ മുബ്തദ എഴുതാം. ഓക്കെ, അതിനെന്താ പറയുക? ആരംഭിക്കുന്ന ഇസ്മ എപ്പോഴും മുബ്തദ തന്നെ ഇരിക്കണം, പക്ഷേ ഇങ്ങനെയും എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എന്താ പറയുക? മുബ്തദയെ പിന്തിച്ചു, ഖബറിനെ മുന്തിച്ചു. ഓക്കെ, അങ്ങനെ പറയാം. വഹ എന്താ? ഹർഫു അത്ഫിൻ. അൽ മഗ്രിബു എന്താ? മൗത്തൂഫുൻ അല മശ്രിഖു, അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇങ്ങനെ വാ വന്നാൽ എങ്ങനെ പറയാം? അൽ മഗ്രിബു മൗത്തൂഫുൻ അലൽ മശ്രിഖി, അൽ മഗ്രിബു മൗത്തൂഫുൻ അലൽ മശ്രിഖി. അപ്പം മശ്രിഖുവിൻ്റെ അടയാളം എന്താണോ അതന്നെ ആയിരിക്കണം മഗ്രിബിൻ്റെ അടയാളം, വാ വന്നാൽ. അതൊരു നിയമമാണ്. അപ്പോൾ മശ്രിഖിന് ഇവിടെ എന്താ അടയാളം? മർഫു ആണ്, കാരണം എന്താ? മുബ്തദയാണ്. ഓക്കെ, അപ്പോൾ മഗ്രിബിൻ്റെ അടയാളം എന്തായിരിക്കണം?
മർഫു ആയിരിക്കണം. അപ്പോൾ ലില്ലാഹിൽ മഷ്രിഖു വൽ മഗ്രിബു എന്നേ പറയാൻ പാടുള്ളൂ. ഓക്കെ, ലില്ലാഹിൽ മഷ്രിഖു വൽ മഗ്രിബി എന്ന് പറയാൻ പാടില്ല. കാരണം ഹർഫു അത്വ വന്നതിന് ശേഷമുള്ള ഇസ്മിന് അതിന് മുമ്പുള്ള ഇസ്മിൻ്റെ അതേ അടയാളമായിരിക്കണം. അവിടെ മുബ്തദയായതുകൊണ്ട് മർഫുവായി മഷ്രിഖു. അപ്പോൾ മഗ്രിബു എന്തായി? മർഫുവായി. ഓക്കെ, ഇപ്പോൾ ഹർഫു ജർ വന്നിരുന്നെങ്കിലോ? ഒരു ഉദാഹരണം പറയാം. ഫിസ് സമായി, ആകാശത്തിലുണ്ട്. ആകാശത്തിൽ എന്ത്? ബാറക്കല്ലാഹു ഫീക്ക്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കാം. ഇവിടെ എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് പിന്നെ പഠിക്കും. ഇപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഹർഫ് അത്തഫിന് ശേഷമുള്ള ഇസ്മിൻ്റെ അതേ അടയാളമായിരിക്കണം ഹർഫ് അത്തഫിന് മുമ്പുള്ള അതേ അടയാളമായിരിക്കണം ഹർഫ് അത്തഫിന് ശേഷമുള്ള ഇസ്മിന്. അപ്പോൾ ഹർഫ് അത്തഫിന് മുമ്പ് ഉള്ള ഇസ്മിന് കസറാണെങ്കിലോ ഹർഫ് അത്തഫിന് ശേഷമുള്ള ഇസ്മിന് എന്തായിരിക്കും? കസറായിരിക്കും. ഇപ്പോൾ അൽ കമരി എന്ന് വന്നു, എന്നിട്ട് വശംസി വൻ നജ്മി അങ്ങനെ വരാം. അപ്പോൾ കമറിന് കസറായാൽ അൽ കമരി എന്ന് വന്നാൽ അതിന് ശേഷം നമ്മൾ ഷംസ് പറയുന്നുണ്ടെങ്കിൽ വശംസി, ആ ഷംസിനും കസറാകും. വൻ നജ്മി, ആ നജ്മിനും കസറാകും. ഇനി അൽ കലിമാത്തുൽ ജദീദത്തു, ഈ പാഠത്തിൽ പഠിച്ച പുതിയ വാക്കുകൾ. അൽ മിക്വാത്തു ഇസ്തിരിപ്പട്ടി, അദ്ദറാജത്തു സൈക്കിൾ, അൽ മിൽ അക്കത്തു സ്പൂൺ, അൽ കിദുറു ചട്ടി, അൽ ബക്കറത്തു പശു, അൽ ഫല്ലാഹു കൃഷിക്കാരൻ, അൽ അൻഫു മൂക്ക്, അൽ ഫമു വായ, അൽ ഉദുനു ചെവി, അൽ യദു കൈ, അൽ റിജുലു കാല്, അഷായു ചായ, അൽ ഉമ്മു ഉമ്മ, അൽ സല്ലാജത്തു ഫ്രിഡ്ജ്, അൽ കഹവത്തു കാപ്പി, സരീഉൻ വേഗം, അൻ നാഫിസത്തു ജനവാതിൽ, ജിദ്ദൻ വളരെ. അപ്പോൾ പാഠം തീർന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.